അസ്സലാമു അലൈക്കും. ഇന്ന് മിക്കവരും ചോദിച്ച ഒരു റെസിപ്പിയാണ് കേട്ടോ ചട്ടിപ്പത്തിരിയുടെ. അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവാളയും അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒന്ന് കുറച്ച് വഴറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കേട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയ ശേഷം ബീഫ് ഒന്ന് ഉപ്പിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവ് റെഡിയാക്കാൻ മൈദയിൽ കുറച്ച് ഉപ്പിട്ട് ഇതേ ഒരു രീതിയിൽ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നേരിയ കനം കുറഞ്ഞൊരു അപ്പം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു കട്ടി മതി. എന്നിട്ട് നമുക്ക് കുറച്ച് പാലിൽ ഒരു 3 മുട്ടയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ അടിച്ച് ഒന്ന് വെക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ഈ ചുട്ടി വെച്ചേക്കണ ഓരോ അപ്പവും അങ്ങനെ മുക്കിയിട്ട് ഒരു പാനിൽ നെയ്യ് തടവിയ ശേഷം അതിലേക്ക് ഓരോ ലെയറായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഫില്ലിങ്സും ഒരു അപ്പം കഴിയുമ്പോൾ അതിലേക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. അതിന് മേലെ പിന്നെയും ഒരു ദോശ വെച്ച് കൊടുക്കുക. അതിന് മേലെ വന്നിട്ട് കുറച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാലിൻ്റെയും മുട്ടയുടെയും ഒരു 1-2 സ്പൂൺ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ലെയറായിട്ട് അങ്ങനെ വെച്ച് കൊടുത്ത് ഫില്ലിങ്സ് എല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ടോപ്പിൽ ലാസ്റ്റത്തെ അപ്പവും വെച്ച് അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള പാലും നമ്മൾ പാല് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, പാലും മുട്ടയൊക്കെ കൂടി അതിങ്ങനെ പതുക്കെ എല്ലാം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി ആ പാലും മുട്ടയും കൂടിയുള്ള മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കട്ടോ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുവിധമൊക്കെ ഇത് വെന്തിട്ടുണ്ട്. മേലെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആകുന്ന ഒരു പരുവുണ്ട്, അതാണ് അതിൻ്റെ കംപ്ലീറ്റ്. അപ്പോൾ അതേ നല്ല ടേസ്റ്റിയുള്ള ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കട്ട്ലേറ്റിനേക്കാളും എളുപ്പത്തിൽ വേഗം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഒരു വെറൈറ്റിയും വേണം, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കാം.